പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 103-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: എൻ്റെ ആത്മാവേ കർത്താവിനെ മഹത്വപ്പെടുത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവെ കർത്താവിനെ മഹത്വപ്പെടുത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു ദൈവ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ഈ ആരാധനയുടെ നിമിഷങ്ങളിലൂടെ, ഈ ദൈവസ്തുതിയുടെ നിമിഷങ്ങളിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും. എല്ലാം മറന്ന് കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ ശുശ്രൂഷയ്ക്ക് നമ്മെ സഹായിക്കുന്നത് ഷാലോം ശുശ്രൂഷകളുടെ ജനറൽ മാനേജരായ ശ്രീ സക്രിയാസ് അഗസ്റ്റിനാണ്. നമുക്ക് അദ്ദേഹത്തോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിയെന്ന് പറയാമോ? ഹല്ലേലൂയ. കരങ്ങൾ വീശി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് അത്ഭുതങ്ങളുടെ രാത്രിയാണ്. ദൈവം സ്വർഗം തുറന്ന് തൻ്റെ അഭിഷേകവും തൻ്റെ കൃപയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സമൃദ്ധമായിട്ട് ചൊരിയുന്ന ഒരു ദിവസം. നിങ്ങൾക്കറിയാവുന്നതുപോലെ, നിങ്ങളും പങ്കെടുക്കുന്നത് പോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അനേക ആയിരങ്ങൾ നമ്മുടെ ഈ ശുശ്രൂഷയോട് ചേർന്ന് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. TV-യിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുണ്ട്. അവിടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായ ഇടപെടൽ ഈ രാത്രിയിൽ നടത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 3 പ്രത്യേക സംഭവങ്ങൾ നടക്കുന്നുണ്ട്. യേശു, നമുക്കറിയാം, തൻ്റെ പരസ്യ ജീവിതകാലത്ത് താൻ എവിടെയൊക്കെ ഏതൊക്കെ ദേശങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടുണ്ടോ, ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടുണ്ടോ, അവിടെയെല്ലാം ദൈവം തൻ്റെ പക്കലേക്ക് കടന്നു വന്ന, യേശു തൻ്റെ പക്കലേക്ക് കടന്നു വന്ന സകലരെയും അനുഗ്രഹിച്ചിട്ടുണ്ട്, സകല ജനതയും അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ യേശു കടന്നു ചെന്ന 3 വ്യക്തികൾ, 3 കുടുംബങ്ങളെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുക. യേശു ഗലീലി തടാകത്തിൽ യാത്ര ചെയ്ത് ഗനേസരുടെ നാട്ടിലെത്തി. യേശു വള്ളത്തിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ ആരംഭിച്ചപ്പോൾ നമുക്കറിയാവുന്ന പോലെ, നമ്മൾ വായിച്ചിട്ടുള്ളതുപോലെ, ഒരു പിശാച് ബാധിതൻ അവന്റെ പക്കലേക്ക് ഓടി വന്നു. ആ പിശാച് ബാധിതൻ പറഞ്ഞു: യേശുവേ, നീ എന്നിൽ നിന്ന് അകന്നു പോകുക, എൻ്റെ അടുത്ത് വരരുത്, എന്നിൽ നിന്ന് അകന്നു പോകാൻ പറഞ്ഞു. അപ്രകാരം പറഞ്ഞത് എന്തുകൊണ്ടാണ്? യേശു അവന്റെ ഉള്ളിലുണ്ടായിരുന്ന പിശാചുകളോട് പുറത്തു പോകാനായിട്ട് യേശു കൽപ്പിച്ചു. അതുകൊണ്ടാണ് അവന്റെ ഉള്ളിലുണ്ടായിരുന്ന പിശാച് അവനിലൂടെ പറഞ്ഞത്: യേശുവേ, ഞങ്ങൾ അകന്നു പോകണമേ. എന്നാൽ ദൈവം തൻ്റെ കരുണയിൽ ആ വിജാതീയനായ പിശാചബാധനായ നഗ്നനായ ആ മനുഷ്യന്റെ മേൽ കരുണ കാണിച്ചുകൊണ്ട് അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ലഗിയോൻ ബാധിച്ച ആ മനുഷ്യനെ, ലഗിയോനെ പുറത്താക്കുകയും, നമ്മൾ വായിക്കുന്നുണ്ട്, അത് മുഴുവൻ, അവയിൽ നിന്ന് പുറത്തു പോയ പിശാചുക്കൾ മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന പന്നിക്കൂട്ടങ്ങളിലേക്ക് പോയി വസിച്ചു. പ്രിയപ്പെട്ടവരെ, പിന്നീട് നമ്മൾ വായിക്കുന്നു, ഈ സൗഖ്യപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ കൂടെ, യേശുവിൻ്റെ കൂടെ ആയിരുന്നു. യേശുവിൻ്റെ കൂടെ വള്ളത്തിൽ യാത്ര ചെയ്യാനായിട്ട് ഈ മനുഷ്യൻ ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു: നീ മടങ്ങിപ്പോകുക, നിന്റെ വീട്ടിലേക്ക് നീ മടങ്ങിപ്പോവുക. അങ്ങനെ പിശാച് ബാധിതനായിട്ട് ആ നാട്ടിലെങ്ങും ഒരു ശല്യമായി തീർന്ന മനുഷ്യൻ ഒരു മിഷനറി ആയിട്ട് മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തുടർന്ന് നമ്മൾ വായിക്കുന്നു, യേശു ജായിറൂസിന്റെ മകളെ സൗഖ്യപ്പെടുത്താനായിട്ട് യാത്ര ചെയ്യുക. ജായിറൂസിന്റെ അപേക്ഷ അനുസരിച്ച് അങ്ങനെ ഈശോ യാത്ര ചെയ്തു പോകുന്ന സമയത്ത് വലിയൊരു ജനക്കൂട്ടമാണ് ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നത്, വലിയൊരു ജനക്കൂട്ടം. അപ്പോൾ ഈശോയുടെ പിന്നാലെ ഒരു സ്ത്രീ നടന്നു വന്നു. ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ ഈ സ്ത്രീ കടന്നു വന്നു. അവൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നത്? 12 വർഷമായിട്ട് രക്തസ്രാവം എന്ന രോഗം ബാധിച്ച ഒരു മകളായിരുന്നു ഈ സ്ത്രീ.
പ്രിയപ്പെട്ടവരെ, മറ്റാരും കാണാതെ ആരും അറിയാതെ ഈ സ്ത്രീ യേശുവിന്റെ പിന്നാലെ ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലൊന്ന് സ്പർശിച്ചു. വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആ സമയം തന്നെ ഉടൻ തന്നെ അവൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 12 വർഷം നീണ്ടു നിന്നിരുന്ന രക്തസ്രാവം എന്ന മഹാരോഗം, സമൂഹം അവജ്ഞയോടെ കണ്ടിരുന്ന ഒരു മഹാരോഗം, ആ സ്പോട്ടിൽ, ആ നിമിഷത്തിൽ തന്നെ യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളമ്പിൽ സ്പർശിച്ചപ്പോൾ തന്നെ അവൾ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിന്നീട് നമ്മൾ വീണ്ടും കാണുന്നു, യേശു യാത്ര ചെയ്യുന്നു, ജായിറോസിന്റെ വീട്ടിൽ അവൻ എത്തിച്ചേരുന്നു. ജായിറോസ് യേശുവിനെ ക്ഷണിക്കാനായിട്ട് വന്നപ്പോൾ ജായിറോസിന്റെ മകള് രോഗഗ്രസ്തയായി കിടക്കുകയും ആസന്ന മരണയായി കിടക്കുകയായിരുന്നു. പക്ഷേ വഴിയിൽ വെച്ച് ഈ അത്ഭുതമൊക്കെ കഴിഞ്ഞ് യേശു വീട്ടിലെത്തിയപ്പോഴേക്കും ജായിറോസിന്റെ മകൾ മരിച്ചിരുന്നു. എന്നാൽ യേശു ആ വീട്ടിലേക്ക് കടന്നു ചെന്ന് നിലവിളിക്കുന്ന ജനത്തെ കണ്ടു, കരയുന്ന ജനത്തെ കണ്ടു. പക്ഷെ ആ സമയത്ത് യേശു ജായിറോസിനോടും അവന്റെ ഭാര്യയോടും പറഞ്ഞ ഒരു കാര്യമുണ്ട്: വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്റെ മകൾ ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു തന്റെ 3 ശിഷ്യന്മാരെയും ഈ കുഞ്ഞിന്റെ അമ്മയെയും അപ്പനെയും മാത്രം ആ മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് യേശു ഈ മരിച്ചു കിടക്കുന്ന മകളോട് പറഞ്ഞു, ബാലികെ എഴുന്നേൽക്കുക. ഈ വാക്ക് കേട്ട ആ സമയത്ത് തന്നെ ഈ മരിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന ഈ മകൾ ചാടി എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ കാലങ്ങളില് യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പാരമ്പര്യം അനുസരിച്ച് ഒരു മരിച്ചു കിടക്കുന്ന ശവശരീരത്തെ സ്പർശിച്ചു കഴിഞ്ഞാൽ ആ സ്പർശിക്കുന്ന വ്യക്തി അശുദ്ധനാവും. രോഗികളെ പോയി സ്പർശിച്ചാൽ, അവരെ സന്ദർശിച്ചാൽ അവർ അശുദ്ധരായി തീരും. പിശാച് ബാധിതരോ അപ്രകാരമുള്ള പീഡകളുള്ളവരുടെ അടുത്ത് പോയാൽ അവരും അശുദ്ധരായി തീരും. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പാരമ്പര്യം നിലനിൽക്കുന്ന സമയത്താണ് യേശു ഈ 3 വ്യക്തികളുടെ അടുത്തേക്ക് കടന്നില്ലെന്ന്. പക്ഷെ ഒരു വ്യത്യാസം അവിടെ സംഭവിച്ചു. ഇവിടെ അശുദ്ധനായി തീരുന്നതിന് പകരം ഈ 3 വ്യക്തികളും പൂർണ്ണ ശുദ്ധിയുള്ളവരായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇതാണ് യേശു കടന്നു ചെല്ലപ്പോൾ ഉണ്ടായ വ്യത്യാസം. മറ്റു മനുഷ്യര് ഇപ്രകാരമുള്ള ആൾക്കാരുടെ അടുക്കൽ പോകുമ്പോൾ അവർ അശുദ്ധരായി തീർന്നിരുന്ന സമയത്ത് ഇവിടെ യേശു ഈ 3 വ്യക്തികളുടെ അടുക്കിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ 3 വ്യക്തികൾ പൂർണ്ണ സൗഖ്യമുള്ളവരായി, പൂർണ്ണ ജീവിതത്തിനുടമകളായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജായിറോസിനോട് കർത്താവ് പറഞ്ഞ വചനം ഈ രാത്രി നമുക്ക് ഓർക്കാം: വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മുടെ ഇടയിൽ ഒരുപക്ഷെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഈ രോഗങ്ങളുണ്ടാവാം, തകർച്ചകളുണ്ടാവാം, ബന്ധനത്തിന്റെ അവസ്ഥകൾ ഉണ്ടാവാം, പിശാച് ബാധ്യതകൾ ഉണ്ടാവാം. എന്തുമായിക്കൊള്ളട്ടെ, ദൈവം നമ്മളോട് ഈ രാത്രിയിൽ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ: വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും. ദൈവം നിന്റെ കണ്ണുനീര് കളയും. ദൈവം നിന്റെ ജീവിതത്തിലെ ബന്ധനങ്ങളെല്ലാം അഴിച്ചു നീക്കുമെന്ന് ഈ 3 സംഭവങ്ങളിലൂടെ ദൈവം നമ്മളെ ഓർപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം വീശി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ ആരാധനയുടെ സമയത്ത് നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഒന്ന് ചേർന്ന് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കും. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതാണ് നമ്മളെ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. പൂർണ്ണമായ ഒരു വിശ്വാസം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുക. അപ്രകാരം നമ്മൾ വിശ്വസിക്കാൻ തയ്യാറായാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ രാത്രിയിൽ ഇടപെടും. ഇത് ദൈവം തരുന്ന വാഗ്ദാനമാണ്, സ്വർഗം തരുന്ന വാഗ്ദാനമാണ്, മറ്റാരും തരുന്ന വാഗ്ദാനമല്ല. ദൈവം സ്വർഗത്തിൽ വസിക്കുന്നവനായ സർവശക്തനായ യഹോവ തരുന്ന ഒരു വാഗ്ദാനമാണ്. നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക, നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നീ ദർശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കരമൊന്ന് ഉയർത്താം സ്വർഗത്തിലേക്ക്. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താം. നമ്മുടെ ഹൃദയവും മനസ്സും സ്വർഗത്തിലേക്ക് ഉയർത്താം. ഒരുപക്ഷെ ഈ 3 വ്യക്തികളെ പോലെ നമ്മുടെ ജീവിതം അശുദ്ധിയുടെ മേഖലകളിലൂടെ കടന്നു പോകുന്നതായിരിക്കാം. ആ പിശാച് ബാധനെ പോലെ ഒരുപക്ഷെ നമ്മുടെ ജീവിതം പിശാചിന്റെ പ്രവൃത്തികൾക്ക് അടിമപ്പെട്ടിട്ടുള്ളതായിരിക്കാം. പാപത്തിന്റെയും അശുദ്ധിയുടെയും തിന്മയുടെയും അന്ധകാരത്തിന്റെയും ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം.
ലക്കിയോൻ ബാധയ്ക്ക് സമാനമായ ഒരു ബന്ധന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവം നിന്റെ ജീവിതത്തെ വിടുതലിലേക്ക് നയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുത്തുകൊണ്ട് ദൈവമേ, ആ പിശാചബാധനെ വിടുതൽ നൽകിയതുപോലെ, കർത്താവെ, ആ രക്തസ്രാവക്കാരി സ്ത്രീക്ക് സൗഖ്യം നൽകിയതുപോലെ, ജായിറോസിന്റെ മകളെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്തതുപോലെ ഞങ്ങളെയും വീണ്ടെടുക്കണമേ, ഞങ്ങളെയും സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങളെയും സ്വതന്ത്രരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നുയേർന്ന് ഈശോയെ സ്തുതിച്ച് ആരാധിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുക. യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങളെ വിശ്വസിക്കുന്നു. യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിശാചബാധനെ സ്വന്തനാക്കിയ യേശുവേ, രക്തസ്രാവക്കാരി സ്ത്രീയെ സൗഖ്യപ്പെടുത്തിയ ദൈവമേ, ജായിറോസിന്റെ മകളെ വീണ്ടെടുത്ത കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അങ്ങയുടെ കരുണ ചൊരിയണമേ, അങ്ങയുടെ കരുണ ചൊരിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, യേശുവേ, യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. ചേർന്ന് പാടാമോ? യേശു നല്ലവൻ, എല്ലാവരും ചേർന്ന്. അവൻ വല്ലഭൻ, അതെ, അവൻ ദയയോ എന്നുമുള്ളത്. കർത്താവ് നമ്മുടെ യേശു, അവൻ നല്ലവനാണ്, അവൻ വല്ലഭനാണ്, അവൻ നമ്മുടെ മേൽ ദയ കാണിക്കുന്നവനാണ്. കരങ്ങളടിച്ച് ഒന്നുയേർന്ന് അവിടുത്തെ ആരാധിക്കാം. സന്തോഷത്തോടെ, ആനന്ദത്തോടെ അവിടുത്തെ ആരാധിക്കാം. കർത്താവിനായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് ഒന്നുയേർന്ന് വിശ്വാസത്തിൽ ആരാധിക്കാം. കരമടിച്ച് ശക്തിയോടെ ചേർന്ന്. അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഈരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഈരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. അവൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കരുണയുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിക്കാം. ഒന്ന് സ്വതന്ത്രമായി ആരാധിക്കാം. കരങ്ങളൊന്ന് ഉയർത്തി അവിടുത്തെ ചേർത്ത് ആരാധിച്ചുകൊണ്ട് എല്ലാ മാലാഖമാരോട് ചേർന്ന് കരമടിച്ച് ഒരിക്കൽ കൂടി ഒന്ന് ആരാധിച്ചേ, ചേർന്ന് ആരാധിച്ചേ, കരങ്ങളടിച്ച് ആരാധിച്ചേ. കാത്തുകാത്തല്ലോ അവനെങ്കിലേക്ക് ചാഞ്ഞു കെട്ടല്ലോ. ചേർന്ന് പാടാം. കാത്തുകാത്തല്ലോ അവനെങ്കിലേക്ക് ചാഞ്ഞു കെട്ടല്ലോ. നാശകരമാ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെപ്പിൽ നിന്നും കയറ്റി. നാശകരമാ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെപ്പിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും
ഈ സ്തുതിയുടെ സമയത്ത് അവിടുത്തെ അത്ഭുതകരമായ ശക്തി നമ്മുടെ മേൽ കടന്നു വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒന്നുചേർന്ന് അവിടുത്തെ ആരാധിക്കാം. സാധിക്കുന്നവരൊക്കെ ഒന്ന് ചലിച്ചുകൊണ്ട് ഒന്ന് ആരാധിച്ചേ, ഒന്ന് ചലിച്ചുകൊണ്ട് ഒന്ന് ആരാധിച്ചേ, ഒന്ന് ചലിച്ചേ. പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി, എൻ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിന് സ്തുതികൾ തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിന് സ്തുതികൾ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ഒന്ന് ചേർന്ന് അവിടുത്തെ ആരാധിക്കാം. കരമുയർത്തി അവിടുത്തെ തിരുമുമ്പിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് സ്വതന്ത്രമായി എല്ലാവരും ചേർന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ചേർന്ന് ആരാധിക്കാം, ചേർന്ന് ആരാധിക്കട്ടെ. ഭാഷാപരമുള്ളവര് ഭാഷാപരത്തെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കെട്ടുകളെല്ലാം അടിയട്ടെ, നാവിന്റെ കെട്ടുകളെല്ലാം അടിയട്ടെ. ഹല്ലേലൂയ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഈരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ ഈരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. കരമുയർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. കരങ്ങളുയർത്തി ഒന്നുചേർന്ന് അവിടുത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ അപരിമേയമായ ശക്തി, യേശുവിന്റെ അപരിമേയമായ ശക്തി നമ്മുടെ മേൽ നിറയട്ടെ. യേശുവിന്റെ ആത്മാവിന്റെ ശക്തി, യേശുവിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ ആരാധിക്കുന്നു. യേശുവേ ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. യേശുവേ അവിടുത്തെ മഹത്വം, അവിടുത്തെ മഹത്വം ദർശിക്കുവാനുള്ള ഭാഗ്യം നൽകണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ ഒഴുകണമേ, ഞങ്ങളുടെ മേൽ അങ്ങയുടെ ചൈതന്യം ഒഴുകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്വതന്ത്രമായി സ്തുതിക്കട്ടെ, എല്ലാ നാമങ്ങളും സ്തുതിക്കട്ടെ. ആരും തളരരുത്, ആരും മടുക്കരുത്. യേശുവിന്റെ ആത്മാവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി ഇതാ ഇതാ സ്വർഗ്ഗം തുറക്കപ്പെടുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നീ വല്ലഭൻ.
നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയം അവിടുത്തെ എതിരു മുമ്പിൽ ഏറ്റവും എളിമയോടെ നമുക്കായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അപരിമയമായ ശക്തി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നമുക്ക് ദാഹിക്കാം. നമ്മൾ പാടുകയായിരുന്നു, യേശു നല്ലവൻ, അവൻ വല്ലഭനാണ്. അതേ, യേശു നല്ലവനായ നമ്മുടെ നല്ല തമ്പുരാൻ, നല്ലവനായ നമ്മുടെ ദൈവം ഈ സമയങ്ങളിൽ തൻ്റെ അരൂപയെ നമ്മുടെ മേൽ അയക്കുകയാണ്. ഇവിടെ ഒരു അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസ് ശ്ലീഹ അവൻ കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. അവൻ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച സകലരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നു. അവന്റെ ശരീര സ്പർശമേറ്റ തൂവാലകളും അവയിലെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പൗലോസിന്റെ ശരീര സ്പർശമേറ്റ തൂവാലകള് രോഗികളുടെ മേൽ കൊണ്ടുവന്ന് സ്പർശിച്ചപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു, പിശാച് ബാധിതർ വിടുതൽ പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ച് കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഈ സമയങ്ങളിൽ ടിവിയിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കളും ദൈവത്തിന്റെ അരൂപയാൽ നിറയട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു നിർജീവമായ വസ്തു, ഒരു തൂവാല, ആ തൂവാലയിൽ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ അരൂപ നിറഞ്ഞപ്പോൾ ആ തൂവാലയുടെ സ്പർശമേറ്റ അനേകം വ്യക്തികൾ സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ ഈ സമയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ടിവിയിലൂടെ പ്രോഗ്രാം കാണുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. നിന്റെ രോഗം എടുത്തു നീക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ ഹൃദയങ്ങളിലും ദൈവത്തിന്റെ അരൂപയ്ക്ക് കടന്നു വന്ന് നമ്മളെ സൗഖ്യപ്പെടുത്താൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഈ ആത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിക്കാം. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഈ ദൈവത്തിന്റെ അരൂപി, ഈ പരിശുദ്ധാത്മാവ്, ഈ സ്വർഗത്തിന്റെ ശക്തി നിറയുവാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പണമോ സമ്പാദ്യമോ സൗകര്യങ്ങളോ ഒന്നുമല്ല നമ്മളെ തൃപ്തിപ്പെടുത്തുന്നത്. നമ്മളെ തൃപ്തിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരെന്ന കരം വീശി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഒരിക്കൽ കൂടി സ്വർഗത്തിലേക്ക് ഉയർത്താം. സ്വർഗത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവ്, യേശു ക്രിസ്തുവിന്റെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, ഇന്നും നമ്മളോടൊത്തായിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവിന്റെ അരൂപി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലേക്ക് കത്തിപ്പടരുവാൻ, സ്വർഗത്തിന്റെ അഗ്നിയാൽ നമ്മുടെ ജീവിതങ്ങൾ നിറയുവാൻ, പൗലോസ് ശ്ലീഹായിൽ നിറഞ്ഞ ആത്മാവ്, പത്രോസ് ശ്ലീഹായിൽ നിറഞ്ഞ ആത്മാവ്, അനേകം പ്രവാചകന്മാരിൽ നിറഞ്ഞ ആത്മാവ്, അനേകം രക്തസാക്ഷികളുടെ മേൽ നിറഞ്ഞ ആത്മാവ്, കഴിഞ്ഞ നാളുകളിൽ അനേകം രോഗികൾക്ക് സൗഖ്യം നൽകിയ ആത്മാവ്, അനേകം തിന്മയുടെ ആധിപത്യങ്ങൾ നിർവീര്യമാക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ നിറയുവാൻ ഈ സമയം നമുക്ക് ആഗ്രഹിക്കാം. ഒന്നുയർന്ന ഹൃദയവും ശബ്ദമുയർത്തിക്കൊണ്ട് ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഒരിക്കൽ കൂടി യേശുവിനെ നമുക്കൊന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നിറയട്ടെ. ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടോളമല്ല, അരയോളമല്ല, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഓ ദൈവമേ, നിന്റെ ആത്മാവിനെ അയക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടും നീ. ചേർന്ന് പാടാം. മുട്ടോളമല്ല, അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടും നീ. ചേർന്ന് ആരാധിക്കാം. മുട്ടോളമല്ല, അരയോളവും പോരാ, കണ്ണുകളടച്ചേറെ ഭക്തിയോടെ ഈ ആരാധനയിൽ നമുക്ക് പങ്കുചേരാം. ഓ യേശുവേ, യേശുവേ. മുട്ടോളമല്ല, അരയോളവും പോര ദൈവമേ, മുങ്ങിടുവാൻ കൊതിയായിടും നീ. മുട്ടോളമല്ല, അരയോളവും പോരാ,
സാന്നിധ്യം തുറക്കുവാൻ ആഗ്രഹിക്കുന്നു യേശുവേ. മുട്ടോളമല്ല അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടും മുട്ടോളമല്ല അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായി. കരമുയർത്തി യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നാഥാ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ചേർന്ന് പാടി ആരാധിക്കാം. യേശുവേ നാഥാ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. യേശുവേ നാഥാ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. യേശുവേ നാഥാ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. എന്റെ പാടാം. വീണ്ടും 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 പാടി അവിടുത്തെ അരൂപിയുടെ ശക്തി. യേശുവേ നാഥാ അങ്ങയെ യേശുവേ ആരാധിക്കുന്നു. യേശുവേ ആരാധിക്കുന്നു. ആരാധിക്കുന്നു സ്തുതിക്കുന്നു. യേശുവേ യേശുവേ നാഥാ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ചേർന്ന് യേശുവേ നാഥാ സാധിക്കുന്നവരൊക്കെ താളത്തിൽ കരമടിച്ചുകൊണ്ട് അവിടെ ആരാധിക്കാം. ഈ ഗാനത്തിന് ഈരടോട് ചേർന്ന് താളത്തിൽ കർത്താവിനെ ആരാധിക്കാം. കരമടിച്ചുകൊണ്ട് നാഥാ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു യേശുവേ സ്തുതിക്കുന്നു. യേശുവേ യേശുവേ നാഥാ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു കർത്താവേ. ആരാധിക്കുന്നു യേശുവിന്റെ ശക്തി അപരിമയമായ സാന്നിധ്യം നിറയുന്നു. യേശുവേ യേശുവിന്റെ ശക്തി നിറയുന്നു. അങ്ങയെ ഞാൻ ആരാധിക്കുന്നു യേശുവിന്റെ സാന്നിധ്യം നിറയുന്നു. യേശുവേ. യേശുവേ നാഥാ എല്ലാ നാമങ്ങളും പാടട്ടെ. അങ്ങയെ എല്ലാവരും ചേർന്ന് പാടട്ടെ. ആരാധിക്കുന്നു സ്തുതിക്കുന്നു. സമൂഹം ചേർന്ന് പാടട്ടെ. യേശുവേ നാഥാ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. ശബ്ദം വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി സ്വതന്ത്രമായ യേശുവിനെ ആരാധിക്കാം. യേശുവിന്റെ സാന്നിധ്യം നിറയട്ടെ. യേശുവിന്റെ ശക്തി നിറയട്ടെ. നാവിനെ മനസ്സിനെ വിട്ടുകൊടുത്തുകൊണ്ട് സ്വതന്ത്രമായ യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല, 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 ഹല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ ശക്തി, യേശുവിന്റെ മഹത്വം നിറയട്ടെ. യേശുവിന്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory, 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 glory. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷാപരമുള്ളവരെ ഭാഷാവർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. യേശുവിനെ വിളിച്ച് നമുക്ക് പാടാം. യേശുവിനെ വിളിച്ച് ആരാധിക്കാം. യേശുവേ, യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു. യേശുവേ, 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 കടന്നു വരണമേ. യേശുവേ, യേശുവിന്റെ സാന്നിധ്യം, യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി നിറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Glory, 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 glory. അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. ആരാധിക്കുന്നു. വീണ്ടും ഏറ്റുപാടാം. യേശുവേ, ആത്മാ. യേശുവേ നാഥാ Glory. അങ്ങയെ ഞാൻ
ചേർന്ന് യേശുവേ നാഥ അങ്ങയെ ഞാൻ യേശുവിനെ കണ്ടുകൊണ്ട് ആരാധിക്കാം. ആരാധിക്കും ഓ സമൂഹം ഒന്നാകെ ചേർന്ന് സ്തുതിക്കും സ്വർഗത്തിലുള്ള എല്ലാ മാലാഹമാരോട് ചേർന്ന് യേശുവേ നാഥ എല്ലാ വിശുദ്ധാത്മാക്കളോട് ചേർന്ന് അങ്ങയെ ഞാൻ ഓ ആരാധിക്കുന്ന യേശുവേ, ആരാധിക്കും ഓ യേശുവേ അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി. സ്തുതിക്കും ഓ യേശുവേ, യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. സമൂഹം മാത്രം പാടാമോ? യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. വീണ്ടും ഏറ്റു പാടാം. യേശുവേ നാഥ ഹൃദയത്തിൽ പാടാം. അങ്ങയെ ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു യേശുവേ. സ്തുതിക്കുന്നു. ഹൃദയത്തിലേക്ക് കടന്നു വന്ന യേശുവിന്റെ സാന്നിധ്യം, ആ യേശുവിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കേന്ദ്രീകരിക്കാം. നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ കടന്നു വന്നവൻ. അതേ പ്രിയപ്പെട്ടവരെ, ജായിറൂസിന്റെ മകളെ വീണ്ടും ജീവൻ നൽകി അനുഗ്രഹിച്ചവൻ. 12 വർഷമായി രക്തസ്രാവം ബാധിച്ച സ്ത്രീയെ സൗഖ്യപ്പെടുത്തിയവൻ. പിശാചുബാധനായി ബന്ധിത അവസ്ഥയിലായിരുന്ന മകനെ വിടുതലിലേക്ക് നയിച്ചവൻ. അതേ യേശു തമ്പുരാൻ ഇതാ ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അവിടുത്തെ നമുക്ക് ആരാധിക്കാം. അവിടുത്തോട് പറയാം, യേശുവേ ഞാൻ അങ്ങേ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ കടന്നു വന്ന് അങ്ങയെ സ്വർഗത്തോട് ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു എന്ന് പറയാം. ഓ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കരമുയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരവീശി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തമായിട്ട് നമുക്ക് ഇരിക്കാം.